അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരേപോലെ ബാധ്യസ്ഥരാണ് എന്നുണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മാസത്തിലും നടക്കുന്ന വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാനവേദിയുടെ മുൻഗാമികളുടെ പാത എന്ന വിഷയത്തിൽ കുറച്ച് സമയം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഇതേ സമയത്ത് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നൂറുകണക്കിന് മനുഷ്യരുണ്ട്. അവർ മറ്റു പല കാര്യങ്ങളിലുമായിരിക്കും ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യം പറയാനും കേൾക്കാനും അതിനു വേണ്ടി ഇരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ്സുകളും സംസാരങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത്രത്തോളം അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അറിയില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ദീനിൽ വലിയ മഹത്തരമായ ഒരു സൽക്കർമ്മമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥന മനസ്സോടുകൂടിയായിരിക്കണം നമ്മളിവിടെ ഇരിക്കേണ്ടത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ സംസാരിക്കേണ്ട വിഷയം മുൻഗാമികളുടെ വഴി, പാത എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ദീനുൽ ഇസ്ലാമിൽ മുൻഗാമികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഉമ്മത്തിൻ്റെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ തുടക്കക്കാരായ ആളുകളാണ്. അവരുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതിശാസ്ത്രവും മതമായി അവർ ജീവിച്ചതെങ്ങനെ, അതനുധാപനം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് രക്ഷപ്പെടുക. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബികൾ, ആ സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച താബിഉകൾ, അവരെ കണ്ടും കേട്ടും അവരിൽ നിന്ന് ദീൻ സ്വീകരിച്ചാൻ ഭാഗ്യം കിട്ടിയ തബഉ താബിഉകൾ, ഇങ്ങനെ ആദ്യ തലമുറകളിൽ ജീവിച്ച ആളുകൾ, അവരുടെ വഴി, അവർ സ്വീകരിച്ച വിശ്വാസം, ആചാരം, അനുഷ്ഠാനം ഇതൊക്കെ സുരക്ഷിതമാണ്.
വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇന്റെ 115 വചനം നമുക്കൊക്കെ അറിയാം. അവിടെ അല്ലാഹു പറയുന്നത് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ഖുർആൻ അവിടെ പറയുന്ന കാര്യം, ആരാണോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മാർഗം വ്യക്തമായതിനു ശേഷം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നത്, മുഅ്മിനുകളുടേതല്ലാത്തൊരു വഴി സ്വീകരിക്കുകയും ചെയ്യുന്നത്, അവരെ നുവല്ലിഹി മാ തവല്ല, അവർ പോകുന്ന വഴിക്ക് അവരെ തിരിച്ചുവിടും, വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ടവരെ കരിക്കും, വസാഅത്ത് മസീറ, അത് വളരെ മോശമായ സ്ഥലം. രണ്ട് കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി ഇന്നതാണെന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടു, അത് പ്രവാചകന്റെ വിശ്വാസകാരിയാവാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഏതെങ്കിലും ഒരു നിലപാടാവാം, പ്രവാചകൻ കാണിച്ചു തന്നൊരു ചര്യയാവാം. ഇത് നമുക്ക് ബോധ്യമായി, ഇതാണ് പ്രവാചകൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും മറ്റേതെങ്കിലും കാരണങ്ങൾ ചൂണ്ടിയിട്ട് മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടായതുകൊണ്ട് അതല്ലാത്തത് സ്വീകരിക്കുക, അത് അവഗണിക്കുക. തുടർന്ന് പറഞ്ഞു, വിശ്വാസികളുടേതല്ലാത്ത ഒരു മാർഗം സ്വീകരിക്കുകയും ചെയ്യുക, അവരെ തെളിച്ചെടുത്തേക്ക് അള്ളാഹു വിടും, പോണ വഴിക്ക് വിടുന്നൻ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്നുള്ളത് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്വഹാബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹാബച്ചൻ. അപ്പം നബിയുടെ വഴിയും സ്വഹാബത്തിൻ്റെ വഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന രൂപത്തിൽ ജീവിച്ച സ്വഹാബികളുടെ മാർഗം അത് സുരക്ഷിതമാണ്. വിശുദ്ധ ഖുർആൻ അവരെ പുകഴ്ത്തിയിട്ടുണ്ട് പല രൂപത്തിലും. അതിലൊരു വചനം കാണാം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. സൂറത്തു തൗബയിലെ 100-ാമത്തെ വചനം. അവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് വസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യം മുൻകടന്ന ആളുകൾ, ദീനുൽ ഇസ്ലാമിൽ ആദ്യം കടന്നു വന്ന ആളുകൾ, മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും കൂട്ടത്തിൽ നിന്ന്, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, നന്മയുടെ വിഷയത്തിൽ അവരെ പിന്തുടർന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിനെ പിന്തുടർന്ന് ജീവിച്ച നേരത്തെ പറഞ്ഞ താബിഉകൾ. ഇവരെയൊക്കെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻഹു, ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് അള്ളാഹു പറയുന്നത് അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വഴിയിൽ സംശയിക്കേണ്ടതില്ല എന്നർത്ഥം. മറ്റൊരു വചനം ഖുർആനിന്റെ സൂറത്ത് അൽ ബഖറയിലെ 137 കാണാം, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, അവർ, അവിശ്വാസികളായ ആളുകളെ കുറിച്ച് പറയാൻ, അവർ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ നേർമാർഗം പ്രാപിക്കും. സത്യനിഷേധികൾ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ നേർവഴിയിലാകും. വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖിൻ, ഇനി അതിനവർ തയ്യാറല്ല, അവർ തിരിഞ്ഞു കളയുന്നുവെങ്കിൽ ഫസയക്ഫിഹുമുല്ലാ, അവർക്ക് അല്ലാഹു മതിയായതൻ. ഇവിടെ ഈ തുടക്കത്തിൽ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഹാബത്തൻ, സ്വഹാബത്ത് വിശ്വസിക്കുന്നത് പോലെ ആര് വിശ്വസിക്കുന്നുവോ, സ്വഹാബത്തിന്റെ ഈമാൻ ആര് ഉൾക്കൊള്ളുന്നുവോ അവർ രക്ഷപ്പെടും, അവർ ഹിദായത്തിലെത്തും എന്നാണ് സൂചിപ്പിക്കുന്നത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ തൈമിയ്യ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മൻ വന്ന അന്നഹു യഖുദു മിനൽ കിതാബി വസ്സുന്ന, ആരെങ്കിലും ഒരാൾ വിചാരിക്കാൻ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും കാര്യങ്ങൾ സ്വീകരിക്കണം, ബിദൂന അൻ യഖ്തദി ബിസ്സഹാബ വയത്തബി ഗൈറ സബീലഹും, സ്വഹാബത്തിനൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമ്മൾ ഖുർആനും സുന്നത്തിൽ നിന്നും നേർക്കുനേരെ അങ്ങോട്ട് എടുത്താൽ മതി എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ബിദ്അ, അവർ ബിദ്അത്തിന്റെ ആളുകളിൽ പെട്ടുപോകും എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമാണ്.
നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? എല്ലാവരും ഖുർആനാണ്, സുന്നത്താണ്, എല്ലാവരും പറയുന്നത് ഖുർആനിലേക്കാണ്, സുന്നത്തിലേക്കാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറേ ആളുകൾ പറയും എല്ലാവരും കണക്ക്, ആദ്യം ഇവരൊന്ന് ശരിയാവട്ടെ, അവരൊന്ന് തീരുമാനത്തിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് എന്താക്കാം, ഇവരുടെ കൂടെ കൂടാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണമെന്ന്. അപ്പൊ എവിടെയാണ് ഈ സത്യം പറയുന്നത്? എവിടെയാണ് സത്യം? അത് അന്വേഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇവിടെയാണ് സ്വഹാബത്തിന്റെ, നമ്മുടെ മുൻഗാമികളുടെ അവർ സ്വീകരിച്ച നിലപാടിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യമാവാം. വളരെ ലളിതമായി ഒരു കാര്യം നമുക്കറിയാം. ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ ഒരു കണക്കിൻ്റെ അധ്യാപകൻ വന്ന് ക്ലാസ് എടുത്തു, ബോർഡിൽ 1 എന്ന് പഠിപ്പിച്ചു, 1 എന്നെഴുതി. ഈ ബോർഡിൽ ഇവിടെ 1 എന്നെഴുതി വിചാരിക്കുക. ക്ലാസ്സിലെ അധ്യാപകനും കുട്ടികളൊക്കെ പിരിഞ്ഞുപോയി. അടുത്ത ദിവസം വേറെ കുറെ കുട്ടികൾ വന്നു. അവിടെ അവർ വന്നിട്ട് കുറച്ച് കുട്ടികൾ പറഞ്ഞു, ഇന്നലെ ഇവിടെ എന്താ എടുത്തത്? അതിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞത് ഐ എന്ന അക്ഷരം എഴുതിയതാണ്, ഇംഗ്ലീഷിലെ ഐ എന്നാണ്. വേറെ കുറെ കുട്ടികൾ പറഞ്ഞു ഐ എന്നല്ലത്, അത് എൽ എന്നാണ്, എൽ എന്നുള്ള അക്ഷരമാണ്. വേറെ കുട്ടികൾ അതല്ല 1 എന്നുള്ളതാണ്. കുറച്ച് കുട്ടികൾ പറഞ്ഞു അതല്ല, അത് അറബിയിലെ അലിഫാണ്. ആകെ പ്രശ്നം. അപ്പോൾ വേറെ കുറേ ആൾക്കാർ നിങ്ങൾ ആദ്യം തീരുമാനിക്കും, എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാറുന്ന ആ സമയത്ത് വളരെ ലളിതമായി എല്ലാവർക്കും ബോധ്യമാകാനുള്ളൊരു കാര്യം എന്താ? ഇന്നലെ ഇവിടെ ആരാ ക്ലാസ്സിലുണ്ടായിരുന്നത്? ഇന്നലെ പഠിച്ച കുട്ടികളോട് ചോദിച്ചു, അവരെ വിളിച്ചു. അപ്പം അവർ പറഞ്ഞെന്ത്? ഇന്നലെ ഞങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അത് കണക്ക് മാഷ് 1 എന്ന് എഴുതിയതാണ്. ക്ലിയർ അല്ലേ? ആ പറഞ്ഞത് അതിൻ്റെ ഹക്ക്, അതാണ് സത്യം. 1 അവിടെ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ ലോകത്ത് ആയത്തുകൾ വെച്ച്, ഹദീസുകൾ വെച്ച് നമ്മുടെ ചുറ്റുപാടുകൾ ആളുകൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഈ ആയത്തും ഹദീസുകളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ആളുകൾ, സ്വഹാബികൾ, അവർ മനസ്സിലാക്കിയത് എന്താണോ അതാണ് ദീന്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അതാണ് ദീന്. അവരുടെ വഴി സുരക്ഷിതമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഞാൻ ജീവിച്ച തലമുറ അതാണ് ലോകത്ത് ഏറ്റവും ഉത്തമമായ തലമുറ. പിന്നെ അതിനടുത്തുള്ളവർ, പിന്നെ അതിനടുത്ത തലമുറ, ഇസ്ലാമിലെ ആദ്യ നൂറ്റാണ്ടുകൾ ജീവിച്ച ആളുകൾ. സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല. ആമുഖമായി ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം. നമ്മുടെ മുൻഗാമികൾ, അവരെ സംബന്ധിച്ച് ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാവാറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി സ്വഹാബക്കളുടെ അല്ലെങ്കിൽ താബിഈകളിൽപ്പെട്ട മഹാരഥന്മാരായ ആളുകളുടെ ചരിത്രങ്ങളും കഥകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, എന്തല്ലേ, എങ്ങനെ ഇവർക്ക് ഇതൊക്കെ പറ്റിയത്? അവർക്കുണ്ടായിരുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം, അവർക്ക് സത്യസന്ധമായി ഈ കാര്യം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഏത് കാര്യം? അള്ളാഹു എന്നുള്ളതും പരലോകമെന്നുള്ളതും വിശ്വാസമെന്നുള്ളതും അതൊക്കെ അവർക്കത് ബോധ്യപ്പെട്ടു, അവരത് സത്യപ്പെടുത്തി, അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏത് സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നുവോ, സത്യസന്ധമായ ബോധ്യത ഉണ്ടാകുന്നുവോ, അപ്പൊ നമുക്കും സ്വാഭാവികമായിട്ടും അത്രയൊന്നുമില്ലെങ്കിലും ഒരു കുറേയൊക്കെ കൂടെയൊക്കെ ഒന്ന് ഉഷാറാകാൻ പറ്റും, അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ മക്കയിൽ ആളുകൾ വന്നു. നമുക്കറിയാം ചരിത്രം. അബൂജഹൽ വന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വളരെ ആശ്ചര്യത്തോടു കൂടി പറയാൻ, ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്നു നിന്റെ സുഹൃത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഭാഷയൻ, കളവ് പറയുകയാണ്, വ്യാജനൻ, അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടോ, ഇന്നലെ രാത്രി മക്കയിൽ നിന്ന് വളരെ ദൂരം സഞ്ചരിച്ച് എത്തിപ്പെടാൻ സാധിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ആകാശലോകത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇന്ന് നേരം പുലരുന്ന സമയമാകുമ്പോഴേക്കും മക്കയിൽ തന്നെ തിരിച്ചെത്തി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഇസ്രാഉം മിഅ്റാജും. വളരെ അത്ഭുതത്തോടു കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയാൻ. എൻ്റെ സങ്കടം എന്താ അറിയോ? ഇന്ന് ചില ആളുകൾ പറയാണ്,
അതൊക്കെ വെറും സ്വപ്നാണ്. ഈ അടുത്ത് കുറച്ച് ദിവസം ഇങ്ങനെ ഭയങ്കര മിത്തും കുറെ ചർച്ച ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പൊങ്ങി വന്ന വീണ്ടും ഒരു കാര്യമായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിമീങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. ഏത് പ്രവാചകന്റെ ആകാശാരോഹണവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസമല്ലേ, ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ. അപ്പോൾ മുസ്ലിമീങ്ങൾപ്പെട്ട ചില ആളുകൾ പറയണത് ഇതൊക്കെ എന്തിനാ നമ്മൾ പറയണത്, അതൊരു സ്വപ്നായിരുന്നു എന്നൊക്കെ എഴുതിയ ആളുകളുണ്ട്. സ്വപ്നാണെങ്കിൽ അത്ഭുതം ഉണ്ടാവും സുഹൃത്തുക്കളെ. അബൂജഹൽ ഒരു അത്ഭുതമായിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനോട് വന്ന് പറയോ? അതിലും വലിയ സ്വപ്നം അബൂജഹൽ കാണൂലേ, അതിന്റെ അപ്പുറത്തേക്ക് പോയതായിട്ട്. ഏതായിരുന്നല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഇത് വന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താ അറിയോ? ഇത് നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യതയാണ്. അല്ലാഹ് പറഞ്ഞോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ എന്ന് ബോധ്യപ്പെടുന്ന സമയം ഉണ്ടാകേണ്ട ഒരു ബോധ്യത. അതെന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുല്ലേ, ഇൻ കാന ഖദ് ഖാൽ ദാലിക ഫഖദ് സദഖ. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം. മുഹമ്മദ് നബി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞോ എങ്കിൽ അത് സത്യമാണ്. കാരണം അമ ഇന്നി അസ്ദഖഹു ഫി അഅലമു മിൻ ദാലിക്, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ വിശ്വസിക്കുന്നവനും സത്യപ്പെടുത്തുന്നവനുമാണ് ഞാൻ. മരണത്തോടുകൂടി മറ്റൊരു ലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എന്തിന് ഞാൻ വിശ്വസിക്കാതിരിക്കണമെന്ന്. ഇത് നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്. അദ്ദേഹത്തിന് എന്ത് പേര് കിട്ടി? അതോടുകൂടി അബൂബക്കർ എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖായി. അതുപോലെ ചരിത്രത്തിൽ മറ്റൊരു സഹാബിയെ കാണാം. അദ്ദേഹത്തിന്റെ പേര് ഖുസൈമ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നാണ്. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ദു ഷഹാദത്തൈൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്വഹാബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 2 ആളുകൾ സാക്ഷ്യത്വം വേണ്ട ഒരു കാര്യം, 2 സാക്ഷികൾ വേണ്ട ഒരു സ്ഥലം, ഒരു വിഷയം, അവിടെ ഹുസൈമ റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ അദ്ദേഹം ഒറ്റക്ക് മതി. എന്ന് പറഞ്ഞാൽ 2 പേരുടെ പകരമായി ഇദ്ദേഹത്തിന്റെ ഒറ്റ സാക്ഷിത്വം മതി. ദു ഷഹാദത്തൈൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എന്തായിരുന്നു ഹുസൈമ റളിയല്ലാഹു അൻഹു ഇത് കിട്ടാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പുറത്തു നിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു അറാബിയുടെ അടുത്ത് നിന്ന് ഒരു കുതിരയെ വിലക്ക് വാങ്ങി, ഒരു കുതിരയെ വാങ്ങി. എന്നിട്ട് ആ കുതിരയെ മദീനയിലേക്ക് എത്തിക്കാൻ ഈ അറാബിയോട് പറഞ്ഞു. മുമ്പിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകപ്പുറത്ത് പ്രവാചകനും പിറകെ ഈ അറാബി ഈ കുതിരപ്പുറത്തുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ആളുകൾ ഈ കുതിരയെ കണ്ടപ്പോൾ നല്ല കാണാനൊക്കെ ഭംഗിയുള്ള കുതിരയാണ്, വില പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വിലയേക്കാൾ വില പറഞ്ഞു വഴിയിലുള്ള ആളുകൾ. ഇയാളൊരു സാധാരണ കാട്ടറബിയായ മനുഷ്യനാണ്. അപ്പം ആദ്യമൊന്നും ഇയാൾ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഭയങ്കര വില, വലിയ വില പറഞ്ഞു. ആ സമയത്ത് ഈ മനുഷ്യൻ എന്നാ വിചാരിക്കുന്ന ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ കുതിരയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ആൾക്ക് കൊടുക്കാൻ നിൽക്കപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലൈസ ഖദ് അബഅതഹു മിൻക, എങ്ങനെ അതിനെ വെക്കുക? ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങിയതല്ലേ. അപ്പൊ അറാബി പറഞ്ഞു, ലാ വല്ലാഹി മാ ബിഅതുക, ഞാനിതിനെ നിങ്ങൾക്ക് വിറ്റിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യത്തിൽ ഞാൻ നിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇവർ 2 പേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരം ഇങ്ങനെ മുറുകി, സൗണ്ട് ഉണ്ടായി. ഇത് കേൾക്കുന്ന ഖുസൈമ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെല്ലുകയാണ്. എന്താ ഇവരുടെ സംസാരം ശ്രദ്ധിക്കാൻ. അദ്ദേഹം ഇത് കേട്ട ഉടനെ പറഞ്ഞു, നബിയെ, അന അശ്ഹദു അന്നക ഖദ് ബഅഅതുഹു. അവിടെ വെച്ചിട്ട് അദ്ദേഹം പറയാണ് ഈ മനുഷ്യനോട്, നിങ്ങളിത് ഇദ്ദേഹത്തിന് വിറ്റിട്ടുണ്ട് എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്, ഞാനതിന് സാക്ഷിയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈമ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ബിമ തശ്ഹദ്. ഹുസൈമ റളിയല്ലാഹുവിനോടല്ല, നിങ്ങളെങ്ങനെ അതിന് സാക്ഷിയാവുക? ഫഖാൽ, ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ബി തസ്ദീഖിക യാ റസൂലല്ലാഹ്, ഞാൻ നിങ്ങളെ സത്യപ്പെടുത്തുന്നുണ്ട് പ്രവാചകരെ. എന്ന് പറഞ്ഞെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, അതൊരു ഭൗതികമായിട്ടുള്ള കാര്യമാണ്. പ്രവാചകൻ ദീനിൽ കൊണ്ടുവന്ന മുഴുവൻ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഇദു ഷഹാദത്തൈൻ എന്ന പേര് കൊടുത്ത്. ഞാൻ പറഞ്ഞെന്താ അറിയോ? പ്രവാചകൻ ദീനിൽ പഠിപ്പിച്ചത്, കൊണ്ടുവന്നത് എന്തൊക്കെ ഉണ്ടോ
അത് മുഴുവൻ സത്യമാണ്, അതിലൊരു സംശയമില്ലാതെ സ്വീകരിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടായി എന്നതായിരുന്നു ഒന്നാമത്തെ കാര്യം. അങ്ങനെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഗൗരവത്തിൽ അവർ കണ്ടിരുന്നു. മതത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവത്തിൽ അവരതിനെ കണ്ടിരുന്നു. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലെ ആളുകളൊന്നുമില്ല, വേലക്കാരൊന്നുമില്ല, വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, കയ്യിലൊക്കെ തഴമ്പ് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരാവശ്യമായിട്ട് ചെന്നു. എനിക്കൊരു വൃത്തിയെ വേണം വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒന്നും പറഞ്ഞില്ല, അവരുടെ വീട്ടിലേക്ക് ചെന്നു. ഹദീസുകളിലുള്ളത്, ചരിത്രത്തിലുള്ളത് ഇവർ പറയുന്നത് ഞങ്ങളപ്പോൾ കിടക്കാനുള്ള പുറപ്പാടിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞില്ലല്ലോ അവിടെ ഇരുന്നോളി. അവർ പറയും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. എന്നിട്ട് പ്രവാചകൻ അവർക്കൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ, നിങ്ങൾക്ക് ഈ ഖാദിമിനേക്കാളും ഈ പ്രയാസങ്ങളെക്കാളൊക്കെ അതൊക്കെ ദൂരീകരിക്കാൻ പറ്റുന്ന അതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, വൽഹംദുലില്ലാഹി 33 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയുക, വല്ലാഹു അക്ബർ 34 അല്ലാഹു അക്ബർ എന്ന് 34 പ്രാവശ്യം പറയുക. ഇന്നത്തെ വിജ്ഞാന വേദിയിൽ മറ്റൊന്നും ഇവിടെ നടന്നിട്ടില്ലെങ്കിലും ഇത് ഒരു ചര്യയാക്കി ജീവിതത്തിൽ ഒരാൾ കൊണ്ടുവന്നാൽ ഈ പരിപാടി നമുക്ക് അൽഹംദുലില്ലാഹ് ഖൈറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരുമകനെയും മകളെയും അടുത്തിരുത്തി അവരോട് സംസാരിക്കാൻ. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കട്ടെ. നമ്മൾ മനസ്സിലാക്കിയത് എന്താ, വാപ്പയ്ക്ക് ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അവരോട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയണോ? ഒരു 15 വയസ്സായ തന്നെ പെൺകുട്ടികളോടൊക്കെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെടാനായിട്ടില്ലേ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ, നല്ലൊരു ശതമാനവും. സുഹൃത്തുക്കളെ നോക്കൂ, നിങ്ങൾ അവരോട് സ്നേഹത്തോടെ അവരുടെ ഇടയിലിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ. നമ്മുടെ വിഷയം ഈ കാര്യം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു. പ്രവാചകൻ ഇത് പറഞ്ഞതിന് ശേഷം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞതിന് ശേഷം, ഫമാ തറക്തുഹാ ബഅദ്, അതിനുശേഷം ഞാനത് ഉപേക്ഷിച്ചിട്ടേ ഇല്ല, ഈ ഒരു ചര്യ ഞാൻ ഉപേക്ഷിച്ചിട്ടേ ഇല്ല. ആ സമയത്ത് ഫഖാലൂ ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടത് പറഞ്ഞു കൊടുക്കുമ്പോൾ സദസ്സിൽ നിന്ന് ആളുകൾ ചോദിച്ചു, വലാ ലൈലത്തു സിഫീൻ, സിഫീനിന്റെ രാത്രിയിലും ഉപേക്ഷിച്ചിട്ടില്ലേ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വല്ലാതെ സമ്മർദ്ദത്തിലായ ഒരു യുദ്ധമായിരുന്നു സിഫീൻ. തന്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ പേരുകളുള്ള ആളുകളാണ് അപ്പുറത്ത് നേർക്കുനേരെ യുദ്ധത്തിന് വരുന്നത്. ആ ദിവസം നാളെ നേരം പുലർന്ന് നടക്കാൻ പോകുന്ന അതിൻ്റെ പ്രയാസങ്ങൾ ആലോചിച്ച് പ്രതിസന്ധിയിൽ കഴിഞ്ഞുകൂടുന്ന ആ ഒരു ഘട്ടത്തിൽ ഇത് കണ്ട അലി ഇബ്നു അബി ത്വാലിബിന്റെ അന്നത്തെ അവസ്ഥ കണ്ട കൂട്ടത്തിലെ ആളുകൾ ചോദിക്കാൻ, ആ രാത്രിയിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലേ, അന്നും ചെല്ലിയൊന്നാൻ. അപ്പോ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വലാ ലൈലത്തു സിഫീൻ, അതെ, ആ സിഫീനിന്റെ രാത്രിയിൽ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. ഒരൊറ്റ ഉദാഹരണം അത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു കാര്യം കേട്ടത് അവരുടെ ബോധ്യത അത്രത്തോളം ഉണ്ടായതുകൊണ്ട് അവരത് ജീവിതത്തിൽ അങ്ങോട്ട് പകർച്ചൻ, പിന്നീട് അത് ഉപേക്ഷിക്കുന്ന അവസ്ഥ ഇല്ല എന്നൻ. അള്ളാഹുവിൽ നിന്ന് ഏതെങ്കിലും ഒരു വചനം കേട്ടാൽ അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഒരു ഭാഗം നമുക്കൊക്കെ അറിയുന്നൊരു ഭാഗം നമുക്ക് കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുത്തിരുന്ന, ഭക്ഷണമൊക്കെ കൊടുത്തിരുന്ന ഒരു സ്വഹാബിയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചെലവിൽ ജീവിച്ചിരുന്ന ഒരു സ്വഹാബി. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഒരു അപവാദ പ്രചരണം ഉണ്ടായി. നമുക്കറിയത് സൂറത്തുൻ നൂറിൽ ആ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട്
വളരെയധികം പ്രയാസത്തിലായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനും സ്വഹാബികളും ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാവരും കുറെ ദിവസങ്ങളോളം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയുമായി കൂട്ടിക്കെട്ടിയിട്ട് ആളുകൾ മുനാഫിക്കുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു അപവാദ പ്രചരണം. ഈ സമയത്ത് അവരുടെ കൂടെ ഇങ്ങനെ എന്നാലും ഇപ്പം അങ്ങനെ എന്താ നോക്കി പറഞ്ഞിട്ട് കൂടെ കൂടിയ ഒരാളായിരുന്നു ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം ആയത്തുകളായി അവതരിക്കുന്ന ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പ്രയാസം തോന്നി. തൻ്റെ ചെലവിൽ ജീവിക്കുന്ന, താൻ പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ സത്യാവസ്ഥ അറിയാതെ പ്രവാചകനെ കുറിച്ച്, ആയിഷ ഉമ്മയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായി. അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞു, ഇത്രയും കാലം ഇത് തന്നത് തന്നു, ഇനി ഇൻ്റെ അടുത്തു നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, നമ്മുടെ ഭാഷയിൽ. ആ സമയത്ത് അള്ളാഹു ആയച്ചിറക്കാൻ നോക്കൂ നിങ്ങൾ, ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്തിറക്കി, വലാ യഅ്തലി ഉലുൽ ഫളിലി മിൻകും വസ്സഅ അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഹ്ഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂൻ അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ സത്യം ചെയ്ത് പറയരുത്, നിങ്ങളുടെ കൂട്ടത്തിലെ കഴിവുള്ള, വിശാലതയുള്ള, ഔദാര്യമുള്ള ആളുകൾ, അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ ഒരിക്കലും സത്യം ചെയ്ത് പറയരുത് അവരുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക്, മിസ്കീനുകൾക്ക്, കുടുംബക്കാർക്ക്, പാവപ്പെട്ടവർക്ക് നൽകിയിരുന്നത് ഇനി നൽകില്ലെന്ന് പറയരുത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം, വിശാലത കൊടുക്കണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വല്ലാഹി യാ റബ്ബന ഇന്നാ ലനുഹിബ്ബു അൻ തഗ്ഫിർ ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സഹോദരങ്ങളെ, ഇതൊരു ചരിത്രമാണ്. പക്ഷെ ഇനി ഈ ചരിത്രം നമ്മളിലേക്ക് കൊണ്ടുവരണം. നമ്മളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊരു ആയത്ത് നമ്മൾ കേൾക്കണം. പള്ളിയിലെ ഖുത്ബയിൽ നിന്ന്, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിന്ന്, ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ നിന്ന് നമ്മൾ കേൾക്കാം. നമുക്ക് 100% ബോധ്യമുണ്ട് ആ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടുന്നത് ഞാനുമായാണ് കൂട്ടുമുട്ടുന്നത്. അവിടെ നമ്മുടെ നിലപാട് നമ്മൾ പരിശോധിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ട, അദ്ദേഹം പോകേണ്ട സ്വർഗത്തിൽ ആ വഴി സ്വീകരിക്കുന്ന ആളുകളാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ആ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർ. അതാണ് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവേണ്ട കാര്യം. ഇനി ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഉള്ള ഒരു കാര്യം അറിയാതെ പോയി, നമ്മളത് മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചെയ്യായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് അത് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നിയിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, ചരിത്രത്തിലൊരു ഭാഗം കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മുത്തബി സുന്ന എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഒരിക്കൽ അദ്ദേഹം സാധാരണഗതിയിൽ ജനാസയുടെ കൂടെ എന്ത് ചെയ്യും? നമസ്കരിക്കും. ജനാസ നമസ്കരിക്കും, മയ്യത്ത് നമസ്കരിക്കും. നമസ്കാരം കഴിഞ്ഞിട്ട് ജനാസയുടെ കൂടെ പോകും, മയ്യത്ത് നമസ്കരിക്കും, എന്നിട്ട് പിരിഞ്ഞു പോകും. ദഫൻ നടത്തുന്നിടത്ത്, ഖബറടക്കുന്നിടത്ത് അദ്ദേഹം പോകാറുണ്ടായിരുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഷഹിദൽ ജനാസ ഹത്താ യുസല്ലിയ ഫലഹു ഖീറാത്തുൻ. ഒരാൾ ഒരു ജനാസയെ പിന്തുടർന്നു എന്നിട്ട് മയ്യത്ത് നമസ്കരിച്ചു, അദ്ദേഹത്തിനൊരു ഖീറാത്ത് പുണ്യുണ്ട്. നമ്മളൊക്കെ ജനാസകളിൽ പങ്കെടുക്കാറുണ്ടാവും, പക്ഷെ നമുക്ക് ഈ നിയ്യത്ത് കൂടെ വേണം. അതിപ്പോൾ ഇനി അയാളായതുകൊണ്ട് എങ്ങനെ പോവാതിരിക്കുക? നമ്മുടെ ഏറ്റവും അടുത്ത അങ്ങനെയല്ല, നമുക്ക് ഈ പുണ്യം കിട്ടണം, ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പോകുമ്പോൾ അയാൾക്ക് പാപമോചനം കിട്ടണം, അയാളുടെ ഖബറിൽ അതിൻ്റെ ഗുണം കിട്ടണം, അതോടൊപ്പം നമുക്ക് ഖീറാത്ത് പുണ്യം കിട്ടണം. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, വമൻ ഷഹിദ ഹത്താ തുദ്ഫൻ കാന ലഹു ഖീറാത്താൻ.
ഇനി ഒരാൾ നമസ്കാരം കഴിഞ്ഞ് അയാളുടെ ഖബറടക്കുന്നതിനും സാക്ഷിയാവുകയാണെങ്കിൽ 2 ഖീറാത്തുകൾ പുണ്യമുണ്ട്. സ്വാഭാവികമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചോദിക്കപ്പെട്ടു പ്രവാചകനോട് ഇത് പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടു വമൽ ഖീറാത്താൻ, എന്താണ് ഖീറാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബിസ്റു ജബലൈനി അൽ അദീമൈൻ. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ വലിയ 2 പർവ്വതത്തോളം പുണ്യമുണ്ട്. വലിയൊരു പർവ്വതത്തോളമാണ് ഒരു ഖീറാത്ത്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് കേട്ടതായി, അബൂ ഹുറൈറ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കേട്ടതായി പറയാൻ. അപ്പൊ ചരിത്രത്തിലുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന്, മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. മസ്ജിദ് നബവിയിൽ ഇന്നത്തെ പോലെയല്ല മണലുള്ളത്. ആ മണലിങ്ങനെ വാരിയിട്ട് ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഉടനെ അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടിട്ട് ഇപ്പം എന്താ ഇത് നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞേക്കാണ്, അത് ഉറപ്പിക്കാൻ വേണ്ടി. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചെന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഫസദ്ദഖ്ത അബാ ഹുറൈറ, ഈ പറഞ്ഞത് അബൂ ഹുറൈറ പറഞ്ഞതാണ് സത്യം, അതാണ് ശരി എന്ന് ആയിഷ ഉമ്മ പറഞ്ഞു. അങ്ങനെ ഈ അയക്കപ്പെട്ട ആള് തിരിച്ചു വന്നിട്ട് ഈ കാര്യം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മണലുകൾ എറിഞ്ഞിട്ട് പറഞ്ഞു. എന്താ പറയുന്നത്? ലഖദ് ഫറത്നാ ഫീ ഖറാറിത്തിൻ കസീറ, എത്ര ഖീറാത്തുകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ 2 കാര്യം ഇന്ന് മനസ്സിലാക്കും. ഒന്ന്, അദ്ദേഹം മുത്തബിഉസ് സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന സ്ഥലത്ത് കാൽപ്പാടുണ്ടെങ്കിൽ ആ കാൽപ്പാടിൽ ചവിട്ടാൻ ശ്രദ്ധിച്ചിരുന്ന ആളാണ്. അതൊരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, സുന്നത്തുമല്ല. എന്നാൽ അതുവരെ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏതൊരു യാത്രയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് പ്രവാചകൻ മൂത്രമൊഴിച്ചു, മാറി നിന്നിട്ട് മൂത്രമൊഴിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതേ വഴി പോകുമ്പോൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ആ കാര്യം ചെയ്തു എന്നാണ്. അത് മതത്തിൽ സ്ഥിരപ്പെട്ട ഒരു സുന്നത്തായിട്ടല്ല. അത്ര വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ ശ്രമിച്ചിരുന്ന സ്വഹാബിയായിരുന്ന ഇബ്നു ഉമർ, ഒരു സാധാരണയായി അറിയപ്പെട്ട ഈ കാര്യം അദ്ദേഹം അറിയാതെ പോയി. അപ്പോൾ ഒരാള് പ്രവാചകന്മാരല്ലാത്ത ആരും മുഴുവൻ അറിഞ്ഞവരുണ്ടാവില്ല എന്ന് കിട്ടും. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ആ സങ്കടം നോക്കൂ നിങ്ങൾ. നമ്മളൊരു കാര്യം കേൾക്കണം, ഇത് ഇത്ര പുണ്യമുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്ത് ഒരാൾ നമസ്കരിച്ചാൽ അവന് സ്വർഗത്തിലൊരു വീടുണ്ട്. എന്നിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന ആളോട് പറയും, ഇതുവരെ ഈ റവാത്തിബ് സുന്നത്ത് ഒഴിവാക്കിയിട്ടില്ല. ഇത് കേട്ട ഹദീസ് റാവി പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ഉമ്മു ഹബീബയിൽ നിന്ന് ഇത് കേട്ടത് മുതൽ പിന്നെ ഞാൻ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. സുഹൃത്തുക്കൾ, നമ്മൾ എത്ര കാലം ഇത് കേൾക്കുറങ്ങിയിട്ട് അവർക്കുണ്ടായിരുന്ന ബോധ്യപ്പെടൽ, അവരുടെ വഴി, അത് എത്രത്തോളം നമ്മളിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്ക് പരലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര പരലോകം നമ്മൾ സാധാരണ വിചാരിക്കുന്നത്, ശൈത്താൻ ഇങ്ങനെ പണിയെടുക്കും, അതൊക്കെ പറയുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ പറയും. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പോവാന്നുള്ള രൂപത്തിലാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്നൊരു ഭാഗം കാണാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു ആറാബി ഇങ്ങനെ കടന്നു വരാൻ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ ഉമറൽ ഖൈറ ജുസീതൽ ജന്ന, ഉമറേ, നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങളെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഇന്ന ബനാതി ഉറാതൻ ഫഅക്സുഹുന്ന, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു സങ്കടം പറയാൻ, എനിക്ക് പെൺകുട്ടികളാണ്, അവർ വസ്ത്രം ധരിക്കാൻ അവർക്കില്ല, അതുകൊണ്ട് അവരെ നിങ്ങൾ ധരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, എനിക്ക് പെൺകുട്ടികളുണ്ട്, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് വസ്ത്രം വേണം എൻ്റെ കുട്ടികൾക്ക്. ഇതാണ് ഈ മനുഷ്യന്റെ പരാതി. എന്നിട്ട് പറഞ്ഞു, അഖ്സിം ബില്ലാഹി ലതഫ്അലുന്ന, അത് അറാബികളുടെ ഒരു ശൈലി.
ഉറപ്പായിട്ടും അള്ളാനെ സാക്ഷി നിർത്തി പറയാം, നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ, എന്നെ മടക്കി അയക്കരുത് എന്ന രൂപത്തിൽ ഉറപ്പിച്ച് പറയാൻ. അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഒരു പാവം മനുഷ്യനിങ്ങനെ വന്നിങ്ങനെ സംസാരിക്കുന്നുണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, വ ഇല്ലം അഫ്അലു യകൂനു മാദാ, ഞാനിപ്പോൾ നിങ്ങളെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് തന്നില്ല എന്ന് വിചാരിക്കുക, എന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ അദ്ദേഹം വീണ്ടും പറയൺ, ഇദാ അബാ ഹഫ്സിൻ ലഅദ്ഹബന്ന, നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ അബൂ ഹഫ്സ ഞാൻ എൻ്റെ വഴിക്ക് പോകും. നിങ്ങൾ ഭരണാധികാരിയാണ്, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, നിങ്ങൾ ഇവിടുന്ന് തരുന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാ? ഇത് പറഞ്ഞു. അപ്പോൾ വീണ്ടും റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഇദാ ദഹബ്ത യകൂനു മാദാ, ഇപ്പോൾ ഇവിടുന്ന് പോയാൽ ഇപ്പം എന്താ സംഭവിക്കുക? അപ്പൊ ഈ മനുഷ്യൻ അടുത്ത വചനം എന്താ അറിയോ? യകൂനു അൻഹാലി ലതസ്അലുന്ന വൽവാഖിഫു യകൂനു അൻആലി ലതസ്അലുന്ന യൗമ തകൂനുൽ ഉതിയാതു സമ്മ വൽവാഖിഫുൽ മസ്ഊലു ബൈനഹുന്ന ഇമ്മാ ഇലന്നാരി വ ഇമ്മാ ഇലൽ ജന്ന. ഈ മനുഷ്യൻ ഇങ്ങനെ പറയാണ് ഉമർ റളിയല്ലാഹുവിനോട്, ഉമറേ പോയാൽ എന്താന്ന് ചോദിച്ചില്ലേ? ഒന്നുമില്ല, സംഭവിക്കാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവകാശങ്ങൾ വീതിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് നരകവും സ്വർഗവും പ്രദർശിപ്പിക്കപ്പെട്ട് അതിനിടയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കും, അവിടെ വെച്ച് ഞാൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞു അദ്ദേഹം. സുഹൃത്തുക്കളെ, ഇത് നമ്മളോട് എത്ര പ്രാവശ്യം ഏതൊക്കെ വിഷയത്തിൽ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം അല്ലേ? അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ സാധാരണ നടക്കുന്നൊരു സംസാരം. പക്ഷെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയൊക്കെ മാറി, ചിരിയൊക്കെ മാറി. അദ്ദേഹം കരഞ്ഞു. ഫബക്കാ ഉമർ റളിയല്ലാഹു അൻഹു അത്താ അഖ്ലല ലിഹിയതഹു, അദ്ദേഹത്തിന്റെ താടിരോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകുമാർ അദ്ദേഹം കരഞ്ഞു എന്നൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഗുലാം അഅതിഹു ഖമീസി ഹാദാ ലിദാലിക്കൽ യൗം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്ന് മകനെ വിളിച്ചിട്ട് മുകളിലുണ്ടായിരുന്ന കോട്ട്, ഖലീഫക്കുണ്ടായിരുന്ന കോട്ട് ഊരിയിട്ട് കൊടുത്തു എന്നൻ. എന്നിട്ട് വേറെ റിവായത്തുകൾക്കാണ് അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്കുള്ളൂ, എൻ്റേതെന്ന് പറയാൻ എൻ്റെ അടുത്തുള്ളത് ഇതാണ്, ഇനി ബൈത്തുൽ മാലിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് തരാൻ പറ്റൂല, അത് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞു നൽകിയെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പരലോകം, ചോദ്യം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടായിരുന്ന അവരുടെ അവസ്ഥയാണത്. നമ്മൾ സുഹൃത്തുക്കളെ ആ ചോദ്യം ചെയ്യലും പരലോകമൊക്കെ കേട്ടവരും പഠിച്ചവരൊക്കെ തന്നെയാണ്. ഒരു ക്ലാസ്സിൻ്റെ അപ്പുറത്ത് നമ്മളൊന്ന് ആലോചിക്കണം, ഇതൊക്കെ ഒരു സത്യം. അവിടെ വരും എന്ന് കേട്ടപ്പോൾ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട, സ്വർഗമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മാറുകയാണ്. അവിടെ ഒരു ദിവസം രാത്രിയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഇങ്ങനെ നടക്കും, തൻ്റെ പ്രജകളുടെ കാര്യമറിയാൻ. അങ്ങനെ ഒരു പ്രദേശത്ത് മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്തെത്താൻ അദ്ദേഹത്തിന്റെ കഴുതപ്പുറത്താണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് സുന്ദരമായ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അദ്ദേഹം കേൾക്കാൻ. അങ്ങനെ കഴുതയെ എങ്ങനെ വീടിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവിടെ നിന്ന് വത്തൂർ എന്ന സൂറത്ത് തൂർ ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാൻ. വായിച്ചിങ്ങനെ വരുന്നിടത്ത് ഇന്ന അദാബ റബ്ബക ലവാഖി ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി. ഈ ആയത്തൻ സൂറത്ത് തൂറിന്റെ 6-7 വചനങ്ങൾ. ഈ ആയത്ത് ഇങ്ങനെ കേൾക്കാൻ. എന്താ ഇപ്പോൾ അവിടെ പറയുന്നത്? നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ് ഖുർആനിൽ പറയുന്നത് എന്ന് ആ രൂപത്തിലിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ QHLS എടുക്കുന്നുണ്ടോ സെമീർ മാഷെ? ഉണ്ടല്ലോ. ഏത് ദിവസം? വെള്ളിയാഴ്ചയാണ് ഇന്ന് മാറ്റിയത്. QHLSൽ നമ്മൾ പങ്കെടുക്കണം, അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഖുർആൻ എന്താണ് പറയുന്നത്. ഫാത്തിഹ പോലും നന്നായിട്ട് അതിൻ്റെ എന്താണ് അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത 50 കൊല്ലം ജീവിച്ചിട്ട് കഴിയാത്ത മനുഷ്യർ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അപകടം, വളരെ അപകടം. ഏതായിരുന്നാലും ഈ ആയത്തെത്തി ഇത് അദ്ദേഹം കേൾക്കാൻ. എന്താ അവിടെ അല്ലാഹു പറയുന്നത്? തീർച്ചയായും ഇന്ന അദാബ റബ്ബിക ലവാഖി, നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് വരിക തന്നെ ചെയ്യും. മാ ലഹു മിൻ ദാഫി, അന്ന് ആരാണ് അതിനെ തടഞ്ഞു നിർത്താനുള്ളത്? അള്ളാഹുവിന്റെ ശിക്ഷ വന്ന ആരാണ് സുഹൃത്തുക്കളെ തടയാനുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. ഈ ദുനിയാവിൽ തന്നെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമോ ശിക്ഷയോ വന്നാൽ, നമ്മളൊക്കെ ചെറിയ രൂപത്തിലാണെങ്കിലും പ്രളയം അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കണ്ടതൻ
കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് തോന്നുന്നു തുർക്കിയിലെ ഭൂകമ്പം അല്ലേ. വളരെ ചെറിയ സെക്കൻഡുകളാണ്, ഒരു മിനിറ്റ് തികച്ച് ഒരു കുലുക്കാടെ കുലുങ്ങിയിട്ടില്ല. അന്ന് പത്രങ്ങളിൽ വായിച്ചു തോർക്കുന്നു 27 സെക്കൻഡാണ് വലിയ കുലുക്കം കുലുങ്ങിയത്. എന്താ സംഭവിച്ചത്? ആർക്ക തടയാൻ? രാത്രി ഉറങ്ങുന്ന സമയത്ത് നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്ന മനുഷ്യർ, കോടികളുടെ ആസ്തിയും വലിയ കെട്ടിടങ്ങളും സ്വന്തമായി എല്ലാ കാര്യങ്ങളും ആസ്തികളുമുള്ള മനുഷ്യർ, രാവിലെ ഒരു കുപ്പി വെള്ളവും ഒരു ബ്രെഡും കിട്ടാൻ അവരിങ്ങനെ വിശന്നിട്ട് ആളുകളുടെ മുമ്പിൽ കെഞ്ചുന്നത് നമ്മൾ നേരെ കാണാൻ. ലോകം എത്ര വളർന്നാലും എന്തൊക്കെ സംഭവിച്ചാലും തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ ഈ കിടന്നുറങ്ങുന്ന രാത്രിയിൽ നേരം പുലരുന്നതിന് മുമ്പ് ഇങ്ങനെ സംഭവിക്കാണ്ടെന്ന് ആർക്ക് തടയാൻ പറ്റും? നരകശിക്ഷയെക്കുറിച്ച് അല്ലാഹ് പറയാണ്, അള്ളാഹുവിന്റെ ശിക്ഷ നിനക്കെങ്ങാനും വന്നെത്തിയാൽ നിന്നെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേൾക്കാൻ. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കഴുതയെ അവിടെ നിർത്തി. കഴുതപ്പുറത്ത് നിന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ചെല്ലാൻ തുടങ്ങിയത്. ഈ ആയത്ത് ഇങ്ങനെ ചെല്ലാൻ തുടങ്ങി. കുറെ സമയം ചെല്ലി അദ്ദേഹം ഇങ്ങനെ ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി ഇതിങ്ങനെ ചെല്ലിയിട്ട് താഴെ ഇറങ്ങി ഒരു മതിലിൽ ചാരി നിന്നൻ. ബോധരഹിതനായി അദ്ദേഹം വീണുപോയി. ഈ നരകത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഈ കലാമിനെ കുറിച്ചും പറഞ്ഞിട്ട് അതോർത്തിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, അദ്ദേഹം സുമ്മ റജഅ ഇലാ മൻസിലിഹി ഫമക്കസ ശഅറൻ യഊദുഹു الناس ലാ യദൂറൂന മാ മറലഹു റളിയല്ലാഹു അൻഹു. ഒരു മാസക്കാലം ഇതിൻ്റെ പേരിൽ രോഗിയായി അദ്ദേഹം കടന്ന ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നത്. അല്ലേ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് അവർക്കിത് കളങ്കമില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിനെ അവർ സ്വീകരിച്ചു? ഇതൊക്കെ ഒരു ഹക്കാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായി, ഇഖ്ലാസ് ഉണ്ടായി. നമുക്ക് പലപ്പോഴും എന്തറിയോ, ആവേശം ഉണ്ടാവും, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അടിസ്ഥാനപരമായി സത്യസന്ധമായി കുറച്ച ചെയ്യുന്നതെങ്കിലും അതിൽ നിഷ്കളങ്കതയും ഇഖ്ലാസും നഷ്ടപ്പെടുന്നുവെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്താലും അതൊരു ഉഷാറാവില്ല. അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു മനുഷ്യൻ വരാൻ. ശദ്ദാദ് ഇബ്നുൽ ഹാദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ മിനൽ അറാബി ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബദവിയായ ഒരു അറാബി വന്നു. എന്നിട്ട് ഫആമന ബിഹി വത്തബഅഹു, അദ്ദേഹത്തിൽ വിശ്വസിച്ചു, അദ്ദേഹത്തെ പിന്തുടർന്നു. നിർത്താനായിക്കണോ പക്ഷേ കുറച്ചു നേരം കൂടി പറയാലല്ലേ? ഓക്കെ. അദ്ദേഹത്തെ പിന്തുടർന്നു. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, ഉഹാജിറു മഅക്, ഞാൻ നിങ്ങളുടെ കൂടെ ഹിജറ പോരാൻ റെഡിയാണ്. ഫഔസാ ബിഹി അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ സ്വഹാബിഹി. അപ്പോൾ ഹിജറ മദീനയിലേക്ക് പോരുന്ന ഈ പാവപ്പെട്ട മനുഷ്യനെ കുറിച്ച് മറ്റു ചില സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ശ്രദ്ധിക്കണം എന്ന രൂപത്തിൽ സംസാരിച്ചു. കൂടെ യാത്രക്കൊക്കെ വരുമ്പോൾ ഇയാളെ ശ്രദ്ധിക്കണം, അയാൾ ഒരു പാവ മനുഷ്യനാണെന്നില്ല അർത്ഥത്തിൽ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, മദീനയിലെത്തി. കുറച്ച് കാലം കഴിഞ്ഞ് അവിടെ ഒരു യുദ്ധം ഉണ്ടായി. യുദ്ധത്തിൻ്റെ സ്വത്ത് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുക്കാൻ, യുദ്ധാർജിത സ്വത്ത് ഗനീമത്ത് സ്വത്ത് വീതിച്ചു കൊടുക്കാൻ. ആ സമയത്ത് ഇദ്ദേഹം വകാന യർആ ലഹ്റഹും, അദ്ദേഹം ആടുകളെയുമായി പുറത്താണുള്ളത്. ഒരു ആട്ടിടയനാണ് ആയിരിക്കാം, ആടുകളെ മേക്കാൻ വേണ്ടി പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യുന്ന സമയത്ത് അവിടെ ഇല്ല. ഫലമ്മ ജാഅ ദഫഉഹു ഇലൈഹി, അങ്ങനെ സ്വഹാബികൾ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഏൽപ്പിച്ചു, അദ്ദേഹത്തിന്റെ വിഹിതം ഏൽപ്പിച്ചു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഇത് അദ്ദേഹത്തിന് സ്വഹാബികൾ കൊടുത്തു, അദ്ദേഹത്തിന്റെ വിഹിതം കൊടുത്തു. ഫഖാൽ, അപ്പം അദ്ദേഹം ചോദിച്ചു, മാ ഹാദ, ഇതെന്താണ്? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? എന്താണിതെന്ന് ചോദിച്ചു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഖിസ്മുൻ ഖസമഹു ലക അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തന്നൊരു വിഹിതൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയതുപോലെ നിങ്ങൾക്ക് തന്നൊരു വിഹിതൻ. ഫഅഖദഹു ഫജാഅ ബിഹി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അദ്ദേഹം അതും എടുത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലൻ. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, ഫഖാല മാ ഹാദ, നബിയേ ഇതെന്താണ്? ഖാല ഖസംതഹു ലക്, ഇത്
നിനക്ക് വേണ്ടി ഞാൻ നൽകിയൊരു വിഹിതം തന്നെയാണ്. ഖസംതുഹു ലക്, നിനക്ക് വേണ്ടി ഞാൻ വീതിച്ച് നൽകിയ ഒരു വിഹിതം ആണ് ഇത്. ആ സമയത്ത് ഈ സ്വഹാബി പറഞ്ഞു, നബിയെ മാ അല ഹാദ അത്തബഅതുക്, ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടല്ല നബിയെ ഞാൻ നിങ്ങളുടെ കൂടെ കൂടി. ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രവാചകന്റെ അടുത്ത് നിന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ നിങ്ങളെ പിന്തുടർന്നത്. നേരെ മറിച്ച് വലാകിന്നി അത്തബഅതുക അലാ അൻ അർമ ഇലാ ഹാഹുന, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ തൊണ്ടയിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് എൻ്റെ ഇവിടെ ഒരു അമ്പ് തുറക്കണം, എന്നിട്ട് എനിക്ക് ഷഹാദത്തുണ്ടാകണം, ഫഅമൂത ഫഅദ്ഖലൽ ജന്ന, അങ്ങനെ ഞാൻ മരിക്കണം, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഷഹാദത്ത് കിട്ടണം, അതിനാ ഞാൻ വന്നത്. അതല്ലാതെ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല നബിയെ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് എന്നിങ്ങനെ തൊണ്ടയിലേക്ക് ചൂണ്ടിയിട്ട് പറയും, ഇവിടെ ശത്രുവിൻ്റെ ഒരു അമ്പേറ്റിട്ട് എനിക്ക് മരിക്കണം, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കണം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ്, നീ പറഞ്ഞത് സത്യസന്ധമായിട്ടാണെങ്കിൽ അല്ലാഹു നിന്നെ സത്യപ്പെടുത്തട്ടെ, അല്ലാഹു നിന്നെ സത്യപ്പെടുത്തും. ഫലബിസു ഖലീലൻ, അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. സുമ്മ നഹദു ഫീ ഖിതാലിൽ അദു, പിന്നെ മറ്റൊരു യുദ്ധത്തിൽ ഇവരെല്ലാം ഏർപ്പെട്ടു, മറ്റൊരു യുദ്ധം നടന്നു. ഫഉതിയ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹമ്മൽ ഖദ് അസാബഹു സൗബ് ഐസു അശാർ, ഇദ്ദേഹം ആ യുദ്ധത്തിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ ബോഡി ആളുകൾ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ, ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ശത്രുവിന്റെ അമ്പ് കഴുത്തി തറച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹുവ, അന്നാ സംസാരിച്ചില്ലേ ആ വ്യക്തി തന്നെയാണോ ഇത്? ഖാലൂ നഅം, സ്വഹാബികൾ പറഞ്ഞു നഅം, അതെ റസൂലേ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹു ഫസദഖഹു, അദ്ദേഹം സത്യമാണ് പറഞ്ഞത്, അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ സത്യപ്പെടുത്തി, അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ അല്ലാഹു സത്യപ്പെടുത്തി. സുമ്മ കഫനഹു അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജുബ്ബത്തിൻ നബി, എന്നിട്ട് പ്രവാചകന്റെ ഷർട്ടൂരി കൊടുത്തു. അദ്ദേഹത്തിന് ഒരു ആദരവ് എന്ന നിലക്ക് പ്രവാചകന്റെ ജുബ്ബയിൽ അദ്ദേഹത്തിന് കഫം പുടവ, ആ കഫം കഫൻ ചെയ്തു. ആ കഫം പുടവയായിട്ട് പ്രവാചകന്റെ ജുബ്ബയാണ് നൽകിയത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഹാദാ അബ്ദുക ഖറജ മുഹാജിറുൻ ഫീ സബീലിക്, നിന്റെ ഈ അടിമ നിന്റെ മാർഗത്തിൽ അദ്ദേഹം മുഹാജിറായി പുറപ്പെട്ടവനാണ്. ഫഖുതില ഷഹീദ, അദ്ദേഹം ഷഹീദായിരിക്കുകയാണ്. അന ഷഹീദുൻ അലാ ദാലിക്, ഞാനാണ് അല്ലാഹുവേ ഇതിനൊക്കെ സാക്ഷി എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. സുഹൃത്തുക്കളെ, നോക്കൂ നിങ്ങൾ, ആ നിഷ്കളങ്കത, നമുക്ക് സ്വർഗത്തിൽ പോകണം, അത് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ആവണം. ഇത് സത്യസന്ധമായിട്ട് നമുക്ക് വിചാരമുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, ആ ഉദ്ദേശമുണ്ടോ, അത് നടക്കും എന്നാണ് ഈ മുൻഗാമിയായ സ്വഹാബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. ഇതൊക്കെ ഇബാദത്തുകളും അതുപോലുള്ള കാര്യങ്ങളും അള്ളാഹുവും പരലോകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, മനുഷ്യർക്കിടയിൽ ആളുകൾക്കിടയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ, ജാതി മത വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവിടെയും ഇവരുടെ അടയാളങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കും, വീട്ടിൽ നിന്ന് നമസ്കരിക്കും. മക്കയിലായുമ്പോൾ നമസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ശത്രുക്കളുടെ ഭാര്യമാരും കുട്ടികളൊക്കെ അത് കേൾക്കും. അവർ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി സംശയത്തോടുകൂടി അവർ ആളുകളോട് പറയും, അബൂബക്കർ എന്തൊക്കെയാ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഇത് വലിയ ചർച്ചയായി. അങ്ങനെ അവർ പറഞ്ഞു, നീ നിസ്കരിക്കണതിന് പ്രശ്നമല്ല, പക്ഷേ ഖുർആൻ അല്ലെങ്കിൽ നിന്റെ ഈ ശബ്ദം പുറത്ത് കേൾക്കാൻ പാടില്ല, ഞങ്ങൾ ആളുകൾക്കൊക്കെ പ്രശ്നമാണ്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ അവർ തടഞ്ഞു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോവാന്ന് വിചാരിച്ച് അദ്ദേഹം പോകുന്ന വഴിയിൽ തൻ്റെ അയൽവാസിയായ ഇബ്നു ദുഖന്ന എന്ന് പറയുന്നൊരു മനുഷ്യനെ കണ്ടുമുട്ടാൻ. അങ്ങനെ ഇബ്നു ദുഖന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഐന തുരീദു യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾ എങ്ങോട്ടാ ഉദ്ദേശിക്കുന്നത്, എന്താ പുതു പരിപാടി? ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അഖ്റജ്നി ഖൗമി ഫഉരീദു അൻ അസീഹ ഫിൽ അർദ്. എൻ്റെ ജനത എന്നെ പുറത്താക്കിയിരിക്കുകയാണ്, ഞാൻ മറ്റൊരു ദേശം തേടി പോകുകയാണ്. ഫഅഅ്ബുദ റബ്ബി, എനിക്ക് എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ മറ്റൊരു സ്ഥലം അന്വേഷിച്ച് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പൊ ജൂതനായ, നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ജൂതനായ ഇബ്നു ദുഖന്ന പറയാണ്, ഇന്ന മിസ്ലക യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ലാ യഖ്റുജ് വലാ യുഖ്റജ്, ഇല്ല, നിങ്ങളെ പുറത്താക്കൂല, നിങ്ങൾ പുറത്ത് പോണില്ല, നിങ്ങൾ ആരും പുറത്താക്കാൻ പോണില്ല, നിങ്ങൾ ഇവിടുന്ന് പോകാനും പോകുന്നില്ല. ഇന്നക തക്സിബുൽ മഅദൂം വതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതഖറി ളൈഫ വതുഈനു അലാ നവാഇബിൽ അക്. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്ന ഗുണങ്ങളോട് പറയാൻ, നിങ്ങൾ ആളുകളെ സഹായിക്കുന്ന, പ്രയാസങ്ങളിൽ അകപ്പെടുന്ന മനുഷ്യരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ ശ്രമിക്കുന്ന, കുടുംബ ബന്ധം ചേർക്കുന്ന നിങ്ങളൊക്കെ പോവേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. ഇപ്പം അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് വലിയ ഫഖീഹാണ്, ഹദീസ് പണ്ഡിതനാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലയുടെ പരിസരത്ത് അയൽവാസിയായ ഒരു ജൂതൻ ഉണ്ടായിരുന്നു. ആ ജൂതൻ അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അതിൻ്റെ വില പറഞ്ഞു ആളുകളോട്, 2000 ദീനാർ ദിർഹം തന്നാൽ എൻ്റെ വീട് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതിന് 1000 ദീനാർ തന്നെ കിട്ടൂലല്ലോ, പിന്നെന്താ നിങ്ങൾ 2000 പറയാൻ കാരണം? അപ്പം ഈ ജൂതൻ പറഞ്ഞു, 1000 എൻ്റെ വീടിൻ്റെ വില, ബാക്കി 1000 എൻ്റെ അയൽവാസിയായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വില. ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ വീട് ഇത്ര കിട്ടിയാലേ ഞാൻ നൽകുകയുള്ളൂ എന്ന് പറയുന്നത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ, അതിനാണ് ഇപ്പം നമ്മളോട് വന്നത്, അതിനാവണം. നരകത്തിന് രക്ഷപ്പെടാൻ, സ്വർഗത്തിന് വേണ്ടി എന്തും സഹിക്കാൻ റെഡിയുള്ളവരാണ്. നമ്മളിങ്ങനെ എന്തൊരു പരിപാടി അങ്ങനെ വന്നു, അപ്പുറത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെയും പോവും. അതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധമോ ജീവിതത്തിലൊരു ക്രമീകരണമോ, ഇതൊരു ഹക്കായ കാര്യമാണ്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്രമപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് എന്ന ബോധ്യമൊന്നുമില്ലാതെ എങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും സ്വർഗം കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ബാക്കിയൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും നമ്മൾ റെഡിയാവണം. സഹോദരിമാർക്ക് വേണ്ടി ഒരു ചരിത്രം നമുക്ക് കാണാം. മഹാനായ അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇബ്നു അബ്ബാസ് അദ്ദേഹം പറയാൻ, ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ഖാല ലി ഇബ്നു അബ്ബാസ്, അതാ ഇബ്നു അബി റബാഹ് പറയാണ്, എന്നോട് ഇബ്നു അബ്ബാസ് പറഞ്ഞു, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, നിനക്ക് ഞാൻ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ കാണിച്ചു തരട്ടെ, സ്വർഗത്തിൽ കിടക്കുന്ന, സ്വർഗമുണ്ട് എന്ന് ഉറപ്പിച്ചൊരു സ്ത്രീയെ കാണിച്ചു തരട്ടെ. ഫഖുൽതു ബലാ, അദ്ദേഹം പറഞ്ഞു കാണിച്ചു തരൂ, ആരാണത്? ഖാല, അപ്പോൾ പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാ, ആ കറുത്ത സ്ത്രീയാണ്. ആ സ്ത്രീയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒരു നീഗ്രോ വംശത്തിൽപ്പെട്ട കറുത്ത ഒരു സ്ത്രീ, അവരാണ്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ത്രീ. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സംഭവം വിശദീകരിച്ചു കൊടുക്കാൻ, അവർ ഒരു ദിവസം മതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്, റിയാദ് സ്വാലിഹിനൊക്കെ പഠിച്ച ആളുകൾ ഇത് കേട്ടിട്ടുണ്ടാവും ഒരുപാട് പ്രാവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആ പെണ്ണ് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നി ഉസ്റഉ വ ഇന്നി അതഖശഫ്, നബിയെ എനിക്ക് അപസ്മാരം ഉണ്ടാവാറുണ്ട്, അങ്ങനെ എൻ്റെ ബോധം നഷ്ടപ്പെടാറുണ്ട്, അതുകൊണ്ട് ഫദഉല്ലാഹ ലി, എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീ അപസ്മാരുണ്ടായി ബോധരഹിതയാകുന്ന അവസ്ഥ, അത് അങ്ങാടിയിലും ആളുകളുടെ അടുത്തൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ എനിക്ക് അവസ്ഥ ഉണ്ടാവാറുണ്ട്. ചില രൂപത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ വസ്ത്രമൊക്കെ നീങ്ങിപ്പോകാറുണ്ട്, ഞാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് നബിയെ, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണെ, ഇൻ ശഅതി സബർതി വലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്, നീ ക്ഷമിക്കുന്നുവെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. അതല്ല
നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടത് ശിഫയാണെങ്കിൽ ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്യാം, പക്ഷെ നീ ക്ഷമിച്ച നിനക്ക് സ്വർഗമുണ്ട്. ഖാലത്ത്, ഇത് കേൾക്കേണ്ട താമസം ഈ സ്വഹാബി പറഞ്ഞു, സ്വഹാബ വനിത സ്ത്രീ പറഞ്ഞു, അസ്ബിറു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, സ്വർഗൻ അല്ലേ, ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. ഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, എന്നാലും നബി എൻ്റെ ഈ ഡ്രസ്സ് മാറുന്നത് അതിനുവേണ്ടി നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. സുഹൃത്തുക്കളെ, ഇവിടെ സ്വർഗം, രോഗം വന്നാൽ ക്ഷമിച്ച സ്വർഗം കിട്ടുന്ന കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? നമുക്ക് രോഗങ്ങളൊന്നുമില്ല, അത് ഭയങ്കര ആശ്വാസത്തിൻ്റെ കാര്യമായിട്ട് നമ്മൾ കാണരുത്. രോഗികളല്ല ബേജാറാവേണ്ടത്. നമുക്കൊരു പ്രശ്നമല്ല, പരീക്ഷണങ്ങളുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ ബേജാറാവണം. ജീവിതത്തിൽ എനിക്കൊരു പ്രയാസമല്ല എന്നുള്ളതല്ല വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. ഒരു മുള്ള് കോറിയാൽ, തറച്ചാൽ അതിനുവരെ പാപങ്ങൾ പൊറുക്കും, പരലോകത്ത് അതിൻ്റെ കാരണം കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവസാനം അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, പ്രായം കുറേ ആയി, വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊലികളൊക്കെ ഇങ്ങനെ ചുളിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭം സൂറത്ത് ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ചെയ്ത് ഇങ്ങനെ സൂറത്ത് ത്വാഹയുടെ 40-41 ഈ ആയത്തുകൾ ഇങ്ങനെ എത്താൻ അവിടെ പറയുന്നത്, ഇൻഫിറു ഖിഫാഫൻ വസിഖാലൻ വജാഹിദു ബിഅംവാലിക്കും വഅൻഫുസിക്കും ഫീ സബീലില്ലാഹ് ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾക്ക് സുഖങ്ങളുണ്ടാകുന്ന സമയത്ത്, എളുപ്പമുണ്ടാകുന്ന സമയത്തും, ഭാരമുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന സമയത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും സന്താനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യുക, അതിനുവേണ്ടി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാകുമ്പോഴും പ്രയാസം ഉണ്ടാകുമ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ സാധാരണഗതിയിൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വരെ സാധാരണ വരുന്ന മനുഷ്യർ ചെറിയ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുമ്പോഴേക്ക് മാറും. ഇതുപോലെ ദീനുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിൽ നിന്നും വളരെ ചെറിയ ഉസ്റെന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ മാറി നിൽക്കും. അള്ളാഹിൻ്റെ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഭാരം ഉണ്ടാകുമ്പോഴും ഒക്കെ എളുപ്പമുണ്ടാകുന്ന സമയത്തും ഒരേപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിൽ ഇറങ്ങി പുറപ്പെടുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഇതാണ് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ ആയത്ത് ഇങ്ങനെ ഓതുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ് അദ്ദേഹം, പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുക. തഫ്സീറുകളിൽ ഈ സംഭവം കാണാം. ശബ്ദം എന്താണ്? അന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടം, ഖലീഫയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്, മുസ്ലിം സൈന്യം, ഒരു നാവിക സേന പുറപ്പെടാൻ പോവാണ്. ഇസ്ലാമിലെ ആദ്യത്തെ നാവിക സൈന്യം അത് പുറപ്പെടാൻ പോവാണ്. അതുകൊണ്ട് ആളുകളെ എല്ലാവരും വരൂ, റെഡിയുള്ള ആളുകളൊക്കെ വരിൻ എന്നാണ് അതിങ്ങനെ അനൗൺസ് ചെയ്ത് പോവാൻ, വിളിച്ചു പറഞ്ഞ് പോവാൻ. അപ്പോ ചെവി ശരിക്ക് കേൾക്കാത്ത അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു കാത് കൂർപ്പിച്ച് ഈ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ. എന്നിട്ട് മക്കളെ വിളിച്ചു, മക്കളെ എന്താണ് ആ കേൾക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, ഉപ്പ യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, അതിന് വിളംബരാണ്, അതുകൊണ്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാൽ എൻ്റെ പടയങ്കൊക്കെ എടുക്കി. അപ്പോൾ ഇവരാകെ അത്ഭുതപ്പെട്ടു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പോവാൻ പടയെടുക്കാനാണ് ആവശ്യപ്പെടുന്നത്, എൻ്റെ ആയുധമൊക്കെ എടുക്കുമെന്ന് പറയാൻ. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്തതാണ്, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹും അവരുടെ കൂടെയൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തതാണ്, ഇസ്ലാമിന് വേണ്ടി ധാരാളം പ്രവർത്തിച്ച വ്യക്തിയാണ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടും? നിങ്ങളുടെ കാര്യം തന്നെ ഞങ്ങളിപ്പോൾ നോക്കേണ്ട അവസ്ഥയല്ലേ?
ഈ രൂപത്തിൽ അവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവരെ വിളിക്കാണ് മക്കളുടെ അടുത്തേക്ക്. എന്നിട്ട് ഖുർആനിൽ അദ്ദേഹം ഓതി വെച്ച ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. ഈ ആയത്ത് അല്ലാഹു പറയുന്നു, ഫിറു ഖിഫാഫൻ വസിഖാലൻ വജാഹദു ബിഅംവാലികും വഅൻഫുസികും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തും എളുപ്പമുണ്ടാകുന്ന സമയത്തും അള്ളാഹുവിന്റെ വഴിയിൽ ഇറങ്ങിക്കൊള്ളുന്ന അല്ല പറയുമ്പോൾ നിങ്ങൾ എന്നെ തടയാണോ? ഞാൻ അദ്ദേഹം ആ നാവികസേനയിൽ പുറപ്പെട്ടു. കടലിലൂടെ യാത്രക്കിടയിൽ അദ്ദേഹം മരണപ്പെട്ടു. ആദ്യമായി നാവിക സൈന്യത്തിൽ മരണപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. സുഹൃത്തുക്കളെ, ഇത് ഞാൻ പറയണെന്തിനറിയോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഓരോരുത്തർക്കും, ആണിനും പെണ്ണിനും. അള്ളാഹുവിൻ്റെ ദീൻ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒന്നല്ല. ദീനുൽ ഇസ്ലാമിനെതിരെ എല്ലാവിധ സംവിധാനങ്ങളും വെച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിനകത്ത് പോലും അതിൻ്റെയൊക്കെ സ്വാധീനം ഉണ്ടാവും. നമ്മുടെ ഭാര്യമാരിൽ, മക്കളിൽ, കുട്ടികളിൽ ദീനിനോടുള്ള മടുപ്പും അതുപോലെ തന്നെ അതൊക്കെ ഒരു മോശമായിട്ടൊക്കെ തോന്നുന്നൊരവസ്ഥയിലേക്ക് എല്ലാ സംവിധാനങ്ങളും വെച്ച് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ദീൻ മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച, തൗഫീക്ക് കിട്ടിയ, ഈ സമയത്ത് പോലും ഇവിടെ കൊണ്ടുവന്ന് അല്ലാഹു ഇരുത്തിയ നമ്മൾ അതീവ ഗൗരവത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും മാറി നിൽക്കുന്നവരാകരുത്. ഈ മുൻഗാമികളുടെ ഏതാനും ചരിത്രങ്ങളാണ് സൂചിപ്പിച്ചത്. നമുക്ക് ഇങ്ങനെ പറയാം, ചരിത്രം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഏതായിരുന്നാലും ഇഷ്ടം പോലെ വേണമെങ്കിൽ പറയാം. പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതമായ വഴിയാണ് അവർ സ്വീകരിച്ചത്, അവരുടെ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു സദസ്സിന് വേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അത് നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുക. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തേണ്ടതോ മാറ്റേണ്ടതോ ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുത്തം ഒരു സ്വാലിഹായ സൽക്രമമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ, പ്രവാചകന്മാരോട് കൂടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സച്ചരിതരായ സലഫുകളുടെ, മുൻഗാമികളുടെ കൂടെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ നൽകി അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ട മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, സത്യവിശ്വാസികൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഭയാനകരമായ ഖബർ ശിക്ഷയിൽ നിന്നും കഠോരമായ നരകാഗ്നിയിൽ നിന്നും അവരെയും നമ്മയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം, കടം, മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ദുആ കൊണ്ട് നമ്മോടൊക്കെ പരസ്പരം വസീയത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.